വേനൽക്കാലത്തെ ലോഡ് ഷെഡിംഗ് ഒഴിവാക്കാൻ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ KSEBക്ക് റെഗുലേറ്ററി കമ്മീഷൻ അനുമതി. ഏപ്രിൽ മെയ് മാസങ്ങളിൽ യൂണിറ്റിന് 8 രൂപ 69 പൈസ നിരക്കിൽ വൈദ്യുതി വാങ്ങും. കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ KSEB മുൻകൂട്ടി ഇടപെടൽ നടത്തിയില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷൻ വിമർശിച്ചു. വൈദ്യുതിയുടെ പ്രതിസന്ധി നേരിടാൻ പദ്ധതി തയ്യാറാക്കി നൽകാനും KSEBക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഷഫീദ് റാവുത്തറാണ് വാർത്തകൾ വിവരങ്ങളുമായി തിരുവനന്തപുരം ചെയ്യുന്നത്. ഷഫീദ്, ഗുഡ് മോർണിംഗ് അഗൈൻ. അതായത് വൈദ്യുതി നിരക്ക് ഒന്നുകൂടി കൂടാൻ പോകുന്നു എന്നുകൂടി ഇപ്പോൾ പറഞ്ഞ വാർത്തയ്ക്ക് അർത്ഥമുണ്ടോ? ഹഷ്മി, നിലവിൽ ഈ വേനൽക്കാലത്തെ പ്രതിസന്ധി അതടക്കമുള്ള കാര്യങ്ങൾ മുന്നിൽ കണ്ടുകൊണ്ട് ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാൻ നേരത്തെ റെഗുലേറ്ററി കമ്മീഷൻ അനുമതി നൽകിയിരുന്നു. ഇതിന് പിന്നാലെയാണ് ചില പ്രതിസന്ധികൾ അത് KSEBയിൽ തന്നെ ഉണ്ടായത്. അതായത് ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങാം എന്നുള്ള തീരുമാനത്തിന് പിന്നാലെ ഇപ്പോൾ അക്കാര്യത്തിൽ ഒരു ഉത്തരവടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കുന്നു. യൂണിറ്റിന് 8 രൂപ 69 പൈസയ്ക്ക് വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷന്റെ അനുമതി നൽകിയിട്ടുണ്ട്. ഏപ്രിൽ മാസത്തിൽ 200 മെഗാവാട്ടും മെയ് മാസം 175 മെഗാവാട്ട് വൈദ്യുതിയുമാണ് നിലവിൽ ഇപ്പോൾ വാങ്ങാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതേസമയം ഈ കുറഞ്ഞ നിരക്കിൽ വൈദ്യുതി ലഭ്യമാക്കാൻ മുൻകൂട്ടി ഇടപെടൽ നടത്തിയിട്ടില്ല എന്നുള്ള വിമർശനം അത് റെഗുലേറ്ററി കമ്മീഷൻ ഉന്നയിക്കുന്നുണ്ട്, അതല്ലെങ്കിൽ ഉയർത്തുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ തന്നെ വേനൽക്കാലം അതേപോലെ തന്നെ വൈദ്യുതി പ്രതിസന്ധി ഉണ്ടാകാനിടയുള്ള മാസങ്ങളടക്കമുള്ള കാര്യങ്ങൾ മുൻകൂട്ടി കാണണം എന്നുള്ള നിർദ്ദേശം റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് ഉയർന്നതാണ്. പക്ഷേ അതുണ്ടായില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ആക്ഷേപമായി അവർ ഉയർത്തുന്നത്. വൈദ്യുതി പ്രതിസന്ധി മുന്നിൽ കാണാനോ അത് പരിഹരിക്കാനോ KSEBക്ക് സാധിച്ചില്ല. വൈദ്യുതി പ്രതിസന്ധി നേരിടാൻ KSEB പദ്ധതി തയ്യാറാക്കി നൽകാനും റെഗുലേറ്ററി കമ്മീഷൻ ഇപ്പോൾ ഉത്തരവ് നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഉത്തരവിട്ടിട്ടുണ്ട്. ഹഷ്മി, ശരി, ഷഫീദ് റാവുത്തറാണ് വിവരങ്ങളുമായി ചേർന്നത്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതുപോലെ ഉയർന്ന നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നു എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് വൈദ്യുതി ചാർജ് വർധനയിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്കയും സംശയവും. മാത്രമല്ല, നിരക്ക് വർധന വന്നിട്ട് അധിക നാളായില്ല. അതിൽ മാത്രമല്ല, പല കാര്യങ്ങളിലും നിരക്ക് വർധന അരിക്കൊക്കെ കുത്തനെ വില മുകളിലേക്കാണ്. നമ്മളിവിടെ രാഷ്ട്രീയമായി വളരെ സജീവമായ ചർച്ചകളും സംവാദങ്ങളും അല്ലെങ്കിൽ സംഘർഷങ്ങളൊക്കെ നടക്കുമ്പോഴും ഇതുപോലെ ജീവൽ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യപ്പെടാതെ കിടപ്പുണ്ട് എന്ന് ഒരുപാട് പ്രേക്ഷകർ രാജേന്ദ്രമേല എന്ന് പറഞ്ഞ ചേട്ടനൊക്കെ സ്ഥിരം പറയാറുണ്ട്. അപ്പോൾ അഡ്രസ്സ് ചെയ്യപ്പെട്ട കിടപ്പാണ് ഭരണകൂടങ്ങൾ ശ്രദ്ധിക്കേണ്ടതുമാണ്.